ഹലോ മുത്തുമണികളെ. അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോ നമ്മള് പൊതുവായി കുറെ അധികം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നും അവരുടെ കാമുകനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ചത് മറ്റാരുമല്ല, അവരുടെ ഉമ്മയും ഉപ്പയും നാട്ടുകാരും ആ നാട്ടിലെ പോലീസുകാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇതിനു മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് ഈ പുള്ളിക്കാരനെ അവരുടെ വീട്ടിൽ വെച്ച് പിടിക്കുന്നതിന്റെ അന്ന് രാവിലെ കൂടി ഈ പുള്ളിക്കാരി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ തന്നെ സഹായിക്കണേ, താൻ 3 യത്തീം മക്കളെയും കൊണ്ട് ജീവിക്കാൻ പാടുപെടുന്ന ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് രണ്ടറ്റവും തുഴഞ്ഞു നീങ്ങാൻ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല, തനിക്ക് അറബിക്കടൽ തുഴഞ്ഞു നീങ്ങാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല, കാരണം ഈ ഭൂമിയിലെ ഒരേ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഞാനാണ്, എനിക്ക് ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ല, എനിക്ക് ആരും തന്നെ സഹായത്തിനില്ല, താൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടും കഷ്ടപ്പെട്ടിട്ടുമൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേ ഇവര് തന്നെ കുറച്ചു നാളുകൾ കഴിഞ്ഞ് ഇവരെ പിടിച്ചതിന് ശേഷം, ഇവരെ ആ വീടിനുള്ളിൽ വെച്ച് പിടിച്ചതിന് ശേഷം അവിടുത്തെ പോലീസുകാർ ഇടപെട്ട് ഇവരെ ആ പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് പൊക്കോളാൻ അനുമതി കൊടുത്തു. അതും ഫലമായി അവര് ആ വീട്ടിലെത്തിയതിനു ശേഷം ആണ് പൊതുജനങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ പുള്ളിക്കാരനുമായിട്ട് ഈ പുള്ളിക്കാരിക്ക് 1 വർഷത്തിന് മുന്നേ പരിചയമുണ്ട്, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് മാത്രമല്ല, ഈ നിരന്തരം വന്നിരുന്ന് സഹായിക്കണേ സഹായിക്കണേ എന്ന് യാചിക്കുന്ന ഈ സ്ത്രീ പിന്നീട് ആ പുള്ളിക്കാരന്റെയും ആ പുള്ളിക്കാരന്റെ ഫാമിലിയുടെയും ചെലവുകൾ ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. 3 മക്കളെ പോറ്റാൻ നിർവാഹമില്ലാത്ത ഈ സ്ത്രീ പൊതുജനങ്ങളിൽ നിന്നും യാചിച്ച് നിലവിളിച്ച് തനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെയാണ് ഈ പുള്ളിക്കാരന് ബൈക്ക് എടുത്തു കൊടുക്കുന്നു, കാർ എടുത്തു കൊടുക്കുന്നു. ഇത് മാത്രമല്ല, പൊതുജനങ്ങളോട് ഇത്തരത്തിൽ യാചിക്കുന്ന സമയത്ത് പുള്ളിക്കാരന് ഷർട്ട് എടുത്തു കൊടുക്കുന്നു, ഷെഡ്ഡി എടുത്തു കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഈ ബൈക്ക് അതിന് മുമ്പ് എടുത്തു കൊടുത്തിട്ടുള്ള സാധനമാണ്. അതായത് ഇവരെ ഈ വീട്ടിൽ നിന്നും പിടിക്കുന്നതിനൊക്കെ മുമ്പ്. അപ്പൊ ഇതേ സ്ത്രീയാണ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എന്നുള്ളതും തന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും. എന്നാൽ ഈ സ്ത്രീ ഒരു റബ്ബർ കാർഡിനുള്ളിൽ വെച്ച് ചില വീഡിയോകൾ നമ്മളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇവര് പറയുന്നത് ഞാൻ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ഒരു സ്ത്രീയാണ്. ശരിക്കും ഇവർ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന സ്ത്രീയല്ല. ഈ റബ്ബർ ടാപ്പിങ്ങിന് നിൽക്കുന്ന സ്ത്രീ ലീവ് എടുക്കുന്ന സമയത്ത് ഇവർ ഒരു പകരക്കാരിയായി പോകാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പകരക്കാരിയായിട്ട് പോകുന്ന സമയത്ത് വീഡിയോ എടുത്ത് അയ്യോ ഞാൻ വളരെ കഷ്ടപ്പെടുന്നവരാണ് എന്നിങ്ങനെ പൊതുജനങ്ങളെ കാണിക്കുകയും അവിടെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നുള്ള തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുക. വേണമെന്നുള്ളവര്, അല്ലാത്തവര് ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല, ഇറങ്ങി അങ്ങ് പോയേക്കുക. ഇവിടെ ഇവരെ പിടിക്കപ്പെട്ടതിന് ശേഷം ഇവർ ആ വീട്ടിൽ പോയി, ഈ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയതിന് ശേഷം ഇവര് വീഡിയോകൾ ഇടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇവരുടെ നാട്ടിലുള്ള ചില ആളുകൾ എന്നെ ബന്ധപ്പെടുന്നതും ഇത്തരത്തിൽ ഇവരെ നാട്ടിൽ നിന്നോ അടിച്ചു പുറത്താക്കി ഇവരെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഇവരെ വീട്ടിൽ നിന്നും പിടിച്ചു എന്നുള്ളതും ഇവർ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ അവരെന്നോട് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഞാൻ അത് പബ്ലിക്കിൽ കൊണ്ടുവന്നത് ഞാനാണ്.
ഇത് ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്നില്ല. അന്ന് ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച് പബ്ലിക്കിൽ സംസാരിച്ചില്ലായിരുന്നു എങ്കിൽ സംഭവിക്കുമായിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതുപോലെ ഒരു വർഷത്തോളം ഇവർ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ബന്ധം ഇനിയുള്ള കാലങ്ങളിലും രഹസ്യമായി തന്നെ ഇവർ കൊണ്ടുപോകുമായിരുന്നു. ഇവിടെ 3 യത്തീം മക്കളെ വളർത്തുന്ന ഒരു പാവം പിടിച്ച സ്ത്രീയായി ഇവർ അഭിനയിക്കുകയും പൊതുജനത്തെ പറ്റിക്കുകയും അവരിൽ നിന്നും പണം തട്ടുകയും ഈ പണം ഈ പുള്ളിക്കാരന് കുടിക്കാനും വലിക്കാനും പെണ്ണു പിടിക്കാനും വേണ്ടിയിട്ട് ഇവർ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങളും അതുവഴി നേടും, ഈ പുള്ളിക്കാരന്റെ ആവശ്യങ്ങളും നേടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വിഷയം ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവരുന്നതും ഇത്തരത്തിൽ ഒരു വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പബ്ലിക്കിനെ അറിയിച്ചത്. ആ സമയത്ത് ഇവർ വന്നിട്ടുള്ള ലൈവുകൾ, അതായത് 4 മാസങ്ങൾക്ക് മുമ്പ് ഇവർ നടത്തിയിട്ടുള്ള ലൈവുകൾ എടുത്തു വെച്ച് നിങ്ങൾ നോക്കുക. അവിടെ ഈ സത്യം ഞാൻ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഇവർ വന്ന 2-3 ലൈവുകളിലും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്: കല്യാണമൊന്നും കഴിക്കില്ല, ഈ പുള്ളിക്കാരന്റെ വീട്ടിൽ ഞാൻ വന്നത് എന്റെ സഹോദരനുമായി ചില വിഷയങ്ങൾ എന്റെ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹം കഴിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല, ഈ പുള്ളിക്കാരനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, പുള്ളിക്കാരന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് ഞാൻ വന്ന് താമസിക്കുന്നതാണ്. പിന്നീട് ഇവർക്ക് തന്നെ മനസ്സിലായി ഇത് പിടിക്കപ്പെട്ടു, പൊതുജനങ്ങൾ ഇത് കണ്ടുപിടിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവർ പിന്നീട് വന്ന ഒരു തരികിട നാടകമാണ് നിക്കാഹ്, ഗർഭം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പുള്ളിക്കാരി ഗർഭിണി തന്നെയാണ്, ഇതിനു മുമ്പും ഗർഭിണിയൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ പോട്ടെ, അതൊന്നും നമുക്കിപ്പോ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഈ പുള്ളിക്കാരനെ ഈ പുള്ളിക്കാരിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. ആരാണ് ഉപ്പ് തിന്ന് വെള്ളം കുടിക്കുന്നവർ? പുള്ളിക്കാരനെ പരിചയപ്പെടുത്തി കൊടുത്ത് പുള്ളിക്കാരിയുടെ കാമുകനൊക്കെ ആക്കി മാറ്റിയ ചില മദാമ്മമാര് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോവുകയും വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഉപ്പ് തിന്നുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്ലാൻ ചെയ്ത് ഫ്ലോപ്പായി പോയ ഒരു പ്ലാൻ ഉണ്ട്. അതായത് ഈ പുള്ളിക്കാരന് കുടിക്കാനും വലിക്കാനും പെണ്ണ് പിടിക്കാനുമുള്ള പൈസ കൊടുത്തുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു ആളായിട്ട് ഇയാളെ യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാന് ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് തകിടം മറിച്ച ഒരു തലതെറിച്ച യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബറിന്റെ പേരാണ് ബീൻ ഫാമിലി. അപ്പൊ അതൊക്കെ ആകെ തകിടം മറിഞ്ഞ് ഇല്ലാണ്ടായി. അവിടെ നിന്നും വീണ്ടും അവരതേ നാടകം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനമെടുക്കുകയുണ്ടായി. അതായത് അത് 2 പേർക്കും ജീവിക്കാനൊന്നും പറ്റുന്നില്ല, 2 പേർക്കും ജോലിക്ക് പോകാനും പറ്റൂല എന്ന കുറെ മന്ദബുദ്ധികളായ ജനങ്ങള് ഇവർക്ക് പൈസ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇവരെ മാത്രം, ഈ മന്ദബുദ്ധികളായ ജനങ്ങളെ മാത്രം പറ്റിച്ചാൽ പോരല്ലോ. കുറെ വിശ്വാസികളായ ഇതിലൊന്നും ഇൻവോൾവ് അല്ലാത്ത ചില പുതിയ പുതിയ ആളുകൾ നമ്മളെ ഇതിൽ വന്നാൽ മാത്രമേ നമ്മുടെ പറ്റിക്കൽ വലിയ വിപുലമായിട്ട് നടത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പൊ തരുന്നവര് 1-2 ദിവസമൊക്കെ തരും, അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ഇരകളെ നമുക്ക് കിട്ടണം. പുതിയ പുതിയ ഇരകളെ നമുക്ക് കിട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഫ്ലുവന്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഡിവോഴ്സ് നാടകം ഇനി കളിക്കണം. എന്തായാലും ഒരു കല്യാണ നാടകം കളിച്ചതുപോലെ നമുക്കൊരു ഡിവോഴ്സ് നാടകം കളിക്കണം. എന്നിട്ട് തന്റെ കുട്ടികളുടെ ഉപ്പമാരാരും തന്നെ ഒന്നും തരുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സ്ത്രീകളുടെ പുരുഷന്മാരിൽ നിന്നും പണം വാങ്ങണം. ഇത് മാത്രമല്ല, ലോലഹൃദയന്മാരായ കുറച്ച് ഇത്താത്തമാരെന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിലും ഇത്താത്തമാർക്കൊക്കെ ഇവരുടെ കള്ളത്തരങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. കാരണം സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഉഡായിപ്പ് വേഗം മനസ്സിലാകുമെന്നുള്ളത്.
അതുകൊണ്ട് തന്നെ പിന്നെ കുറെ അലന്ന ചില സ്ത്രീകളുണ്ട്. അതായത് ട്രംപ് ട്രംപ് അണ്ണൻ രാവിലെ ഒന്ന് രാത്രി ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് എന്ന് ഗുളിക തിന്നും പോലെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ആളാണ് അത്ര. അതുപോലെ എന്തുകൊണ്ട് നമുക്കും പറഞ്ഞുകൂടാ? ട്രംപ് അണ്ണൻ രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രി ഒന്ന് എന്ന് പറഞ്ഞു വന്ന് പറയുന്നത് ട്രംപ് അണ്ണന്റെ കുടുംബകാര്യങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഏത് പാതിരാത്രി എത്ര ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നടന്നുപോയ സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരിക്കലും തെറ്റുപറ്റില്ല. മറിച്ചൊരു രാജ്യത്തെ ഭരിക്കുന്ന ഒരു വ്യക്തി രാവിലെ ഒന്ന് രാത്രി ഒന്ന് ഉച്ചയ്ക്ക് ഒന്നായിട്ട് മാറ്റി മാറ്റി പറയുന്നത് അത് അയാളുടെ കുടുംബകാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ മദാമ്മമാര് വെളുപ്പിച്ചും കുളിപ്പിച്ചും ഒക്കെ കുട്ടികൾ ഇല്ലാതാക്കുമ്പോ ശ്രദ്ധിക്കുക, എതിർഭാഗത്ത് നിൽക്കുന്നത് നല്ല നട്ടലുള്ള ഒരു പെണ്ണാണ് എന്നുള്ളത്. ഏത് രീതിയിൽ അടച്ചാലും അടപ്പിക്കാൻ ശ്രമിച്ചാലും കള്ളങ്ങളും പൊളിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അപ്പോ ഇനിയിപ്പോ പ്രസവത്തിനും കുട്ടിയെ വളർത്താനും, അതായത് മറ്റു കുട്ടികൾക്കൊക്കെ ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ജനിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് കല്യാണം വരെയുള്ള വക ഉണ്ടാക്കി വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രാക്ടിക്കൽസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ന വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ആൾക്കാരോട്, പുതിയ ആൾക്കാരോടായാലും പഴയ ആൾക്കാരോടായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഞാനിരിക്കും. ഇവിടെ എനിക്ക് പൊതുജനങ്ങളോടാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഏതൊരു ജോലി ചെയ്യുന്നതിനും അതിൻ്റെതായ പാടുണ്ട്, വേദനകളുണ്ട്, വിഷമതകളുണ്ട്. നമ്മുടെ അധ്വാനം, നമ്മുടെ സമയം, നമ്മുടെ മക്കൾക്ക് പോലും പല കാര്യങ്ങളും നമ്മൾ മുടക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാതെ ഇത്തരം കള്ളികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനത്തേക്കാൾ, നിങ്ങളുടെ അഭിമാനത്തേക്കാൾ, നിങ്ങളുടെ അധ്വാനത്തേക്കാൾ, നിങ്ങളുടെ സമയത്തേക്കാൾ എന്ത് മേന്മയാണ് ഇത്തരം കള്ളികളിൽ നിങ്ങൾ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. കാരണം ഒരാൾ ഒരു അധ്വാനം ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന ചില ത്യാഗങ്ങളുണ്ട്. ചില അധ്വാനങ്ങൾക്ക് പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഈ ത്യാഗങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചോരയും നമ്മുടെ അറിവിൽപ്പെട്ട ആളുകളുമാണ്. അതായത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ കണ്ണൊന്ന് തുറന്നു പിടിച്ചാൽ നമ്മുടെ അയൽവക്കങ്ങളിൽ തന്നെ വിധവകളായവരും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പെടാപ്പാടുപെട്ടിട്ടും പിന്നെ കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെലവാക്കുന്നതിന് പകരം ഇത്തരം കള്ളികൾക്ക് നിങ്ങൾ ചെലവാക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ് എന്നറിയാമോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചില കുട്ടികളെ അപകടത്തിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് ഇപ്പോ മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നോർമലായ ഒരു കാര്യമാണ്. വളർത്താൻ അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ മക്കളെ കൊടുക്കുന്നത്. വളർത്താൻ അറിയാത്തവർക്കും പടച്ച തമ്പുരാൻ മക്കളെ കൊടുക്കും. പരീക്ഷണം എന്ന് പറയുന്നത് പല രീതിയിലാണ്. അപ്പോ ഈ മക്കള് സുരക്ഷിതരായിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മക്കളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. നാളെ ഒരു പക്ഷെ ഈ ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കൊടുത്ത സാമ്പത്തികം കാരണം, അതായത് ഈ ലോകത്ത് എല്ലാവർക്കും മക്കളുണ്ട്. ഈ മക്കളെയൊക്കെ വളർത്തുക എന്നുള്ളത് അവരവരുടെ ദൗത്യമാണ്. ഈ മക്കളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ദൗത്യമാണ്. അപ്പൊ സ്വന്തം മാതാപിതാക്കൾ സ്വന്തം പന്തിയാൻ ആ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണ്ട എന്ന് പറയാൻ
ഈ ലോകത്ത് ആർക്കും തന്നെ അധികാരമില്ല. പക്ഷെ മനഃപൂർവ്വം പൊതുജനങ്ങളെ കാണിക്കാൻ വേണ്ടി തന്ത്യാൻ ചെലവിന് കൊടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുകയും മറ്റ് തന്തമാരിൽ നിന്നും, മറ്റു കുട്ടികളുടെ തന്തമാരിൽ നിന്നും അടിച്ചു മാറ്റുന്ന പണം കൊണ്ട് കാമുകന്മാർക്ക് പെണ്ണ് പിടിക്കാനും കള്ളു കുടിക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇത്തരം സ്ത്രീകളെ നിങ്ങൾ നോട്ടമിട്ട് വെക്കുക. ഇത് ഒരു വലിയ ഗ്യാങ് പോലെയാണ്. നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇത് കണ്ടിട്ട് അങ്ങ് പോകുന്നത് കൊണ്ടാണ്, ഇവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അങ്ങ് മിണ്ടാതെ പോകുന്നത് കൊണ്ടാണ്. ശരിക്കും ഇതിന്റെ പിന്നിൽ കൂടിയിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു ഫ്രണ്ട് സർക്കിളിനുള്ളിൽ ചില ആളുകളുണ്ട്. ഇവരുടെ കമന്റുകൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതും വെച്ചും പിന്നെ എന്റെ വീഡിയോകൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥകൾ നിങ്ങൾക്ക് ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. സത്യം പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന സാമ്പത്തികം കൊണ്ട് തിന്നെല്ലിന്റെ ഇടയിൽ കയറിയിട്ട് മറ്റുള്ള സ്ത്രീകളുടെ ജീവിതം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇത്തരക്കാരെ. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എനിക്കിപ്പോ ഒരു സ്വന്തമായിട്ട് ഒരു വീടുണ്ടാകുക, അത് എന്റെ ആഗ്രഹമാണ്. എന്റെ ആഗ്രഹം ഞാൻ നടത്തണമെങ്കിൽ ഞാൻ നന്നായി കഠിനാധ്വാനം ചെയ്യണം. എനിക്കൊരു വീട് വെക്കണമെങ്കിൽ, എന്റെ മക്കളെ കെട്ടിച്ചു വിടണമെങ്കിൽ, എന്റെ മക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളർത്തണമെങ്കിൽ, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ ഞാനാണ് കഷ്ടപ്പെടേണ്ടത്, ഞാനാണ് ബുദ്ധിമുട്ടേണ്ടത്, ഞാനാണ് കഠിനാധ്വാനം ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ കഠിനാധ്വാനത്തെ കളവ് പറഞ്ഞ് ക്യാച്ച് ചെയ്ത് ഞാൻ എന്ത് നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അത് എന്റെ മക്കളിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് ഇത്തരക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവരത് മനസ്സിലാക്കാൻ തയ്യാറല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെയും സാമ്പത്തികം വളരെ കുറവ് എന്നുള്ള ഒരു കുറവ് മാത്രമേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. നമ്മളെ മക്കളുടെ കൂടെ, നമ്മളുടെ ഇണകളുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ കഴിഞ്ഞു പോകുന്ന ആളുകളാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ദുരാഗ്രഹം ഉണ്ടാകുന്നത്, അതായത് അന്യൻ ഒരു വലിയ വീട് വെച്ചു, അപ്പൊ എനിക്ക് അതിനേക്കാൾ വലിയൊരു വീട് വെക്കണം എന്ന ഒരാഗ്രഹം എന്റെ ഉള്ളിൽ വരികയും ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഞാൻ എത്രത്തോളം ദുരാഗ്രഹിയായ ഒരു സ്ത്രീയാണ്. നമുക്കിപ്പോ ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കടബാധ്യത ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും, ഇപ്പം അംബാനിയെ എടുത്ത് നോക്കിയാലും നമുക്കറിയാം, അംബാനിയുടെ അടുത്ത് ചോദിച്ചാലും കോടികളുടെ കടമായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത്. അതുപോലെ ഈ ലോകത്തുള്ള ഏതൊരു പണക്കാരനെ എടുത്തു നോക്കിയാലും അവർക്കും ഉണ്ടാകും കടം എന്ന് പറയുന്നത്. അതുപോലെ ഏതൊരു പാവപ്പെട്ടവനെ എടുത്തു നോക്കിയാലും കടബാധ്യത ഇല്ലാത്ത ഒരു മനുഷ്യരും കാണില്ല. ഈ കടബാധ്യതകൾ ആര് കാരണമാണ് ഉണ്ടായത്? നമുക്ക് 10 രൂപ ചെലവ്, നമുക്ക് 10 രൂപ വരുമാനമുണ്ട് എങ്കിൽ നമ്മൾ 9 രൂപ ചെലവാക്കാൻ പഠിക്കണം. അത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. നമുക്ക് 10 രൂപ വരുമാനമുണ്ടെങ്കിൽ 9 രൂപ വരുമാനത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതിനു പകരം നമ്മൾ 12 രൂപ വരുമാനത്തിൽ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ 2 രൂപ നമുക്ക് കടമായി തന്നെ ബാധിക്കും. നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നുള്ളത്. മറ്റൊരാളിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് നമുക്കാണ്. അപ്പൊ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് ജീവിക്കാതെ നമ്മൾ ആഡംബരം കാണിച്ചും മറ്റുള്ളവർക്ക് ശരിക്കും ഈ ആളുകളുടെ പണം തട്ടിയെടുത്തുകൊണ്ട് ഇവരുടെ മക്കളെ വളർത്താനായിട്ട് ഉപയോഗിച്ചിരുന്നു എങ്കിൽ വിഷമമില്ല. ശരിക്കും ഇത് ഉപയോഗിക്കപ്പെട്ടത് എന്ന് പറയുന്നത് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും ഒക്കെയാണ് ഈ പൈസകൾ പോയിട്ടുള്ളത്. ഇതിന് വളം വെച്ച് കൊടുക്കുന്ന ജനങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ കാമുകന് കാർ എടുത്തു കൊടുക്കാനും ബൈക്ക് എടുത്തു കൊടുക്കാനും ഇവർക്ക് ക്യാഷ് ഉണ്ട്. എന്നാൽ ഇവരുടെ ചില്ലറയായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ ഇവർക്ക് ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തുകൊള്ളുക, അടുത്ത ഡ്രാമ എന്ന് പറയുന്നത് ഇവർക്ക് തന്നെ മനസ്സിലായി ഇവർ ഇങ്ങനെ ഒരാളിനെ കൂടെ നിർത്തുന്നത് കൊണ്ട് ഇവർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ക്യാഷുകളൊക്കെയും തന്നെ കിട്ടാതായി പോയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വീണ്ടും ആ ഒരു ഡ്രാമ ചെയ്തേ മതിയാകൂ. ഏത് ഡ്രാമ? നീ അവിടെ നിന്നോ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വരെയൊക്കെ ചെയ്യും. പക്ഷെ അക്കരയും ഇക്കരയും നിന്ന് നമുക്ക് വിരഹവും മറ്റും കാണിച്ചുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും പണം തട്ടാം എന്നുള്ള
ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുക. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒറ്റ കാര്യമാണ്, ചുമ്മാതിരുന്നാൽ ആർക്കും പണം കിട്ടില്ല. പണം ഉണ്ടാക്കാൻ പല രീതികൾ നമുക്ക് സ്വീകരിക്കാം. ഒന്ന് കഠിനാധ്വാനം ചെയ്തിട്ടും സ്വീകരിക്കാം, ഇവരെ പോലെ തട്ടിപ്പ് നടത്തിയും സ്വീകരിക്കാം. അപ്പൊ തട്ടിപ്പ് നടത്തി പണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വളരാനൊരു വളമായി നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ അധ്വാനത്തെയും കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഒരു ചെയ്തി കൊണ്ട് മക്കളുടെ, കുഞ്ഞു മക്കളുടെ, എട്ടും പൊട്ടും തിരിയാത്ത മക്കളുടെ ജീവൻ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടു ചെന്ന് എത്തിക്കരുത് എന്നൊരു അപേക്ഷയോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ്, ഉപ്പൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിക്കാറായില്ലേ അല്ലേ?